അമേരിക്കയിലെ H-1B വിസ ഉടമകൾക്ക് ഒരു പ്രത്യേക പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കിട്ടും. ഈ സമയത്തിനുള്ളിൽ തന്നെ നാടുകടത്തൽ നോട്ടീസ് ലഭിക്കുന്നു എന്നാണ് പുതിയ പരാതി. പല ഇമിഗ്രേഷൻ ലോ ഫേമുകളും ഇത് ശരിവെക്കുന്നുണ്ടെന്നാണ് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്രീൻബർഗ് ട്രോറിംഗ് LLPയിലെ പങ്കാളിയായ ഡില്ലൻ കൊളുച്ചിയാണ് ഈ വിഷയം ആദ്യമായി ചൂണ്ടിക്കാണിച്ചത്. നിയമപരമായി നിൽക്കുന്നവരെ പോലും നാടുകടത്താനുള്ള നോട്ടീസ് നൽകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. റെഡ്ഡി ന്യൂമാൻ ബ്രോൺ, മൂർത്തി ലോ ഫേം, ചുക്ക് LLP എന്നിവിടങ്ങളിലെ അഭിഭാഷകരും ഇത് ശരിവെക്കുന്നുണ്ട്. അഭിഭാഷകയായ അഭിഷ പരീഖ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ജോലി നഷ്ടപ്പെടുന്നത് തന്നെ വലിയ വിഷമമാണ്. അതിനിടയിൽ നിയമപരമായി ഗ്രേസ് പീരീഡിൽ നിൽക്കുമ്പോൾ തന്നെ നാടുകടത്തൽ നോട്ടീസ് കിട്ടുന്നത് എത്ര കഷ്ടമാണ് എന്നാണ്. H-1B വിസയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കേണ്ടത്? അവർക്ക് 60 ദിവസം വരെ അമേരിക്കയിൽ തുടരാൻ അനുമതിയുണ്ട്. ഈ സമയം എന്തിനൊക്കെ ഉപയോഗിക്കാം? പുതിയ ജോലി കണ്ടെത്തി H-1B വിസ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ B2 വിസ പോലെ മറ്റൊരു വിസയിലേക്ക് മാറാം. ഇതൊന്നുമല്ലെങ്കിൽ ഗ്രേസ് പീരീഡിനുള്ളിൽ സ്വയം രാജ്യം വിട്ടുപോകാം. ഈ 60 ദിവസവും അവർ നിയമപരമായി അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലീഗലായി കണക്കാക്കില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പല H-1B വിസ ഉടമകൾക്കും 60 ദിവസം കഴിയുന്നതിന് മുൻപ് നാടുകടത്തൽ നോട്ടീസ് കിട്ടുന്നു. NTA എന്നാൽ ഇമിഗ്രേഷൻ കോർട്ടിൽ നാടുകടത്താനുള്ള നടപടികൾ തുടങ്ങാനുള്ള അറിയിപ്പാണ്. USCIS നിയമങ്ങൾക്ക് ഇത് എതിരാണ്. ഇത് വിസ ഉടമകൾക്ക് പേടിയുണ്ടാക്കുന്നുണ്ട്. അതുപോലെ വിദേശികളെ ആശ്രയിക്കുന്ന കമ്പനികൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 2025 ഫെബ്രുവരി 28-ന് USCIS ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അതോടെ NTA നൽകാനുള്ള സാഹചര്യങ്ങൾ കൂടി. ഫോം I-862 ആണ് NTA. ഇത് ഒരാൾക്കെതിരെയുള്ള കുറ്റങ്ങളും ആരോപണങ്ങളും ശക്തമാക്കുന്നതാണ്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 240 അനുസരിച്ച് ഇത് നാടുകടത്താനുള്ള നടപടികൾ തുടങ്ങാൻ ഉപയോഗിക്കുന്ന നിയമമാണ്. USCIS, ICE, CBP എന്നീ ഏജൻസികൾക്ക് NTA നൽകാൻ അധികാരമുണ്ട്. ഗ്രേസ് പീരീഡ് നിയമത്തിൽ ഔദ്യോഗികമായി മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് ഈ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് മാറ്റാനോ കുറയ്ക്കാനോ കഴിയും. 2016 മുതൽ ഈ നിയമം നിലവിലുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഇത് കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. USCIS ഇപ്പോൾ ഈ അധികാരം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാകാം, പക്ഷേ അവർ ഇത് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല. പരീഖ് ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ രീതിയാണോ, അതോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന തെറ്റുകളാണോ? എന്തായാലും തെറ്റൊന്നും ചെയ്യാത്ത സ്കിൽഡ് പ്രൊഫഷണൽസ് നാടുകടത്തൽ ഭീഷണിയിലാകുന്നത് ശരിയല്ല എന്നാണ് പരീഖ് പറയുന്നത്. ചിലപ്പോൾ കമ്പനി ഒരാളെ പിരിച്ചുവിട്ടെന്ന് USCISനെ അറിയിച്ചാൽ അവർ ഉടൻ തന്നെ ആ വ്യക്തിയെ ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ആയി കണക്കാക്കും. അപേക്ഷകൾ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും ഇത് സംഭവിക്കാം. ചിലർ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ വൈകി സബ്മിറ്റ് ചെയ്താലും NTA കിട്ടാം. മൂർത്തി ലോ ഫേം പറയുന്നത് NTA കിട്ടിയാൽ നാടുകടത്താനുള്ള നിയമ നടപടികൾ തുടങ്ങുമെന്നാണ്. ആദ്യം ഇമിഗ്രേഷൻ ജഡ്ജിൻ്റെ മുന്നിൽ ഹാജരാകണം. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ഫുൾ ഹിയറിംഗ് ഉണ്ടാവുക. NTA കിട്ടിയ ശേഷം ഒരാൾ കോടതിയിൽ ഹാജരാകുന്നതിന് മുമ്പ് രാജ്യം വിട്ടു പോയാൽ അത് സ്വയം രാജ്യം വിട്ടു പോയതായി കണക്കാക്കും. ഇത് പിന്നീട് അമേരിക്കയിലേക്ക് തിരികെ വരാൻ തടസ്സമുണ്ടാക്കും. ചിലർക്ക് കടുത്ത ശിക്ഷ ഒഴിവാക്കാൻ വലണ്ടറി ഡിപ്പാർച്ചർ തിരഞ്ഞെടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ H-1B വിസക്കാർ എന്ത് ചെയ്യാൻ കഴിയും? വേഗം ഒരു പുതിയ എംപ്ലോയറിനെ കണ്ടെത്തി H-1B ട്രാൻസ്ഫറിന് ശ്രമിക്കുക. B2 വിസ പോലുള്ള മറ്റൊരു വിസയ്ക്ക് മാറാൻ ശ്രമിക്കുക. മറ്റു വഴികളില്ലെങ്കിൽ ഗ്രേസ് പീരീഡ് തീരുന്നതിന് മുമ്പ് രാജ്യം വിട്ടു പോകുക. NTA കിട്ടിയാൽ ഉടൻ തന്നെ ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയെ സമീപിക്കുക. ചിലപ്പോൾ തെറ്റായി വന്ന NTA പിൻവലിക്കാനോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാനോ സാധിക്കും. കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എങ്കിലും വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നാണ് പരീഖ് പറയുന്നത്. നിങ്ങൾ ഒരു H-1B വിസ ഉടമയാണെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ജോലി നഷ്ടപ്പെട്ടാൽ വേഗം റിയാക്ട് ചെയ്യുക. ഗ്രേസ് പീരീഡിൽ NTA കിട്ടിയാൽ ഉടൻ ലീഗൽ ഹെൽപ്പ് തേടുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.